പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും BJP നേതൃയോഗത്തിൽ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മറുപടി. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി BJPയിൽ നേതാക്കൾ നീക്കം തുടങ്ങി. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് ഭാരവാഹികളിൽ ചിലർ ആവശ്യപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണം എന്നും ആവശ്യമുയർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്ന് കെ സുരേന്ദ്രൻ മറുപടി നൽകി. പാലക്കാട് ജില്ലാ കമ്മിറ്റി വൈകാതെ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കും. അടുത്ത മാസം 7-8 തീയതികളിൽ ചേരുന്ന ഭാരവാഹി യോഗം റിപ്പോർട്ട് പരിശോധിക്കുകയും നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. 7-8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചയ്ക്കെടുക്കും. തെരഞ്ഞെടുപ്പിൽ തന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തെന്നും ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയതായും വിവാദങ്ങളോട് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. തനിക്ക് ആർക്കെതിരെയും വ്യക്തിപരമായ പരാതികളില്ലെന്നും എൻ ശിവരാജൻ അടക്കമുള്ളവരുടെ പരസ്യ പ്രതികരണം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്നുമായിരുന്നു സി കൃഷ്ണകുമാർ പ്രതികരിച്ചത്. പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുമില്ല. ശിവരാജേട്ടനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ആൾ പറഞ്ഞതിനെ സംബന്ധിച്ച്, ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും. ഇതിനിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചു. വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് മുൻപന്തിയിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: ഷവർ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അതേസമയം BJPയിൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു. പ്രകാശ് ജാവദേക്കർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ ഭിന്നതയുള്ളതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും വി മുരളീധരൻ 24നോട് പ്രതികരിച്ചു. അങ്ങനെയുള്ള ഒരു ചർച്ചയും ഇന്നലെ പ്രകാശ് ജാവദേക്കർ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ എവിടെയും നടന്നിട്ടില്ല. അതായത് ഈ സമാന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ BJPയുടെ രീതിയല്ല. BJPയുടെ തന്നെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ചെയ്തത്. ഒരു ഭിന്നത ആരാ പറഞ്ഞ ഭിന്നതയുണ്ട്? അങ്ങനെ ഒരു ഭിന്നത ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ചിരുന്നിട്ടായിരുന്നു യോഗത്തിൽ.